എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂൺ മാസം 25 വൈകിട്ട് 5 മണിക്ക് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ശേഷം അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 980 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമേ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുള്ളൂ എന്നുള്ള പ്രധാന വിവരം ഓർത്തിരിക്കേണ്ടതാണ്. 980 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ റിസർവേഷൻ ഉണ്ട്. 910 രൂപയാണ് SC/ST കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അടയ്ക്കേണ്ടി വരിക എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കോളേജ് ജോയിനിങ്ങിനെ കുറിച്ച് പ്രധാനമായും പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുകയും രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജിൽ പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഹാജരാകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാൻ ജൂൺ മാസം 28 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ പരമാവധി 20 ഓപ്ഷൻ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കാം. 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ആ 5ാമത്തെ ഓപ്ഷൻ ഇഷ്ടമാണ്, ഇനി നിങ്ങൾക്ക് പുതിയൊരു കോളേജ് അതുപോലെ തന്നെ പുതിയൊരു കോഴ്സ് ഇനി നിങ്ങൾക്ക് വേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു, അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജാണ്, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജാണ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സാണ്, ഒരു രീതിയിലും നിങ്ങൾക്കതിന് സ്റ്റാറ്റിഫൈഡ് അല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ 4, 3, 2, 1 ഓപ്ഷനുകളൊന്നും ക്യാൻസൽ ചെയ്യരുത്. അങ്ങനെയുണ്ടെങ്കിൽ 4, 3, 2, 1 ഓപ്ഷനുകളൊന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാതെ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി രണ്ടാം അലോട്ട്മെൻറ്റ് ജൂൺ മാസം 30-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കോളേജ് ജോയിനിങ്ങും അലോട്ട്മെൻറ്റ് മെമ്മോയും മറ്റ് കാര്യങ്ങളെല്ലാം രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. ഒന്നാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്തവർ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിലും ഇതുവരെ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും യു ഹാവ് നോ കറണ്ട് അലോട്ട്മെൻറ്റ്, യു ഹാവ് നോട്ട് അലോട്ടഡ് എനി കോളേജസ് എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 980 രൂപയാണ്. 980 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ട്. 910 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ജൂൺ മാസം 30-ന് പ്രസിദ്ധീകരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാകേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് കോളേജുകളിൽ ഹാജരാകേണ്ടതുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അനുസരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുടെ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ
നമ്മൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മളത് വീഡിയോ ചെയ്യും. ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. മൈ നെയിം ഇസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ദ കരിയർ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.